ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിൻ്റെ കണ്ണെന്നെ കണ്ടു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവം അവിടുന്ന് സർവ്വജ്ഞാനിയായതുകൊണ്ടാണ് കാലങ്ങൾക്കതീതമായി സകലതും അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അവിടത്തേക്ക് ഒരു പദ്ധതിയുണ്ട്, എ പ്ലാൻ. ആ പദ്ധതിക്ക് നമ്മൾ വിധേയപ്പെടുകയാണ്. നമ്മൾ ഈ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായ ദൈവിക സാമീപ്യവും ദൈവമോട് പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നതെല്ലാം നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് 87-ാമത്തെ സങ്കീർത്തനമാണ്. വളരെ ചുരുക്കമായ ചെറിയൊരു സങ്കീർത്തനമാണ്, 7 വാക്യങ്ങൾ മാത്രമുള്ളതാണ്. എന്നാൽ അനവധി അനുഗ്രഹങ്ങൾ അതിനകത്ത് മറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഇവിടെ പറയും ദൈവനഗരം എന്നുള്ളതാണ്, ദ സിറ്റി ഓഫ് ഗാഡ്. സെൻറ്റ് അഗസ്റ്റിനോസിൻ്റെ ഒരു ബുക്കുണ്ട്, ദ സിറ്റി ഓഫ് ഗോഡ്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഇവിടെ പറയുകയാണ്, യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോൻ്റെ പടിവാതിലുകളെ തന്നെ യാക്കോവിൻ്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. സേല. അവിടെ ഒരു നിർത്താണ്, മ്യൂസിക് നോട്ട്. ഇവിടെ സിയോനെക്കുറിച്ച് പറയുന്നത്, യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോൻ്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിൻ്റെ സകല നിവാസങ്ങളെക്കാൾ അധികം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഈ നഗരത്തിൻ്റെ നാഗരിക സംസ്കാരം, നഗരമെന്ന് പറയുന്നത് അത് ആരംഭത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹാബേലിനെ കൊല ചെയ്തതിന് ശേഷം കയ്യനോട് ദൈവം ചോദിക്കുന്നു, കയ്യൻ കുറ്റം വിധിക്കപ്പെടുന്നു. അവസാനം കയ്യൻ ദൈവസന്നിധിയിൽ അകന്നു പോവുകയാണ്. അവൻ ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റിക്കൊള്ളുകയാണ്. അവൻ അങ്ങനെ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏദന് കിഴക്ക് നോർത്ത് ദേശത്ത് ചെന്ന് പാർത്തു. കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. പട്ടണ സംസ്കാരം അവിടെ തുടങ്ങിയാണ്. അപ്പോൾ ശരിക്കും ദൈവം അകന്നുപോയ മനുഷ്യനാണ് ആദ്യം ഈ സംസ്കാരം തുടങ്ങുന്നത്. പട്ടണം പണിതിട്ട് തൻ്റെ മകൻ്റെ പേരിട്ടു, ഹാനോക്കെന്ന്. സെൽഫാണ് അവിടെ എല്ലാം കാണുന്നത്. ദൈവമഹത്വമൊന്നും അവിടെ വിഷയമായി വരുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ ഇതിന് സൈമൻറ്റേനിയസ് ആയിട്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽ ശേത്തിൻ്റെയൊക്കെ അതിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഹാനോക്കിനെ കാണാൻ പറ്റും. ഹാനോക്ക് 5:21 അവിടെ പറയുന്നതാണ്, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖനെ ജനിപ്പിച്ചു. മെഥൂശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അന്നൊക്കെ ആയുസ് കൂടുതലുള്ള കാലം, ദ ഫസ്റ്റ് ഇറ എന്നൊക്കെ പറയുന്നത്. 365 വയസ്സിൽ 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്ക് ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ഏർലി, ഇന്നത്തെ അനുപാതം വെച്ച് നോക്കുവാണെങ്കിൽ നേരത്തെ ദൈവത്തെ അറിഞ്ഞു അല്ലേ. 65 എന്ന് പറയുമ്പോൾ 5 അതിൽ ഫസ്റ്റ് തന്നെ ആരംഭത്തിൽ തന്നെ ഹാനോക്ക് ദൈവത്തെ അറിഞ്ഞു. എന്നിട്ട് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ മറ്റേ ഹാനോക്കിനെ കുറിച്ച് പറയുന്ന അവൻ പട്ടണം പണിതു, പിന്നെ അവിടെ നിന്ന് കാണുന്നില്ല. ഇവിടെ ഈ ഹാനോക്ക് എന്നും ഓർമ്മിക്കപ്പെടുകയാണ്, ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പിന്നെ ഈ ഹാനോക്ക് പ്രവചിക്കുന്നവനാണ് വരാനിരിക്കുന്നതിനെക്കുറിച്ച്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് വരെയും പ്രവചിച്ച ഒരു പ്രവചനത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഹാനോക്ക് എന്ന് പറയും. യൂദായുടെ ലേഖനം, പുതിയ നിയമത്തിൽ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ ഹാനോക്കിനെ പ്രതിപാദിച്ച് പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം, വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള പുസ്തകം. അവിടെ പറയുകയാണ് 14-ാമത്തെ വാക്യം, ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. അവിടെ 14-ാമത്തെ വാക്യത്തിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, കണ്ടോ, ഇത് ഈ ഹാനോക്കാണ്, മറ്റേ ഹാനോക്കല്ല. ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കണ്ടോ, അപ്പോൾ അത് ഈ തലമുറകളിലും ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഈ ഹാനോക്ക് പറയുകയാണ്. എന്നാൽ മറ്റേ ഹാനോക്കോ ആ ഒരു പട്ടണം പണിതു, അതിന് വിട്ട് കാര്യം മാറി, അവൻ്റെ പേര് വിട്ടു എന്ന് പറയാം.
എന്നിട്ട് ഈ ജനതതി മുമ്പോട്ട് പോയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇവരുടെ വഷളത്തിൽ പെരുകുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുന്നു, ജലപ്രളയം നശിക്കുന്നു. ജലപ്രളയത്തിന് ശേഷം അവർ മുമ്പോട്ട് യാത്ര ചെയ്യുക. അവിടെ നോഹയിൽ നിന്നാണ് പിന്നെ എല്ലാ ജാതികളും ഉത്ഭവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫെത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞു വന്നിട്ട് ഇവിടെ 32-ാമത്തെ വാക്യം, ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്. അവരിൽ നിന്ന് നല്ല ജാതികൾ ഉണ്ടായിട്ടുള്ളത്. ഇനി അവരെന്ത് ചെയ്തു? 11-ാമത്തെ അധ്യായം. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷ ഒരേ വാക്കുമായിരുന്നു അന്ന്, ഒരേ ലാംഗ്വേജ്. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നവർ തമ്മിൽ വരുവീൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ച് വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു. ഇവിടെ കണ്ടോ, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണാൻ യഹോവ ഇറങ്ങി വന്നു. അവിടെ ഭാഷ കലക്കുന്നുണ്ട്. ദൈവം പറയുന്നത് ഭൂതലത്തിലൊക്കെയും പോയി നിറയുവീനെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ പറയും വരുവീൻ, ചിതറിപ്പോകാതെ കുടിയിരിക്കുവീനെന്ന്. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് എപ്പോഴും. ദൈവം വിളിച്ച ആദാമിനെയും ഹവ്വായോടും പറയുമ്പോൾ നിങ്ങൾ ഭൂതലത്തിലൊക്കെയും പെരുകുവീൻ, എല്ലായിടത്തേക്കും പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയാം ചിതറിപ്പോകാതിരിക്കാൻ ഒരു സ്ഥലത്ത് കൂടുക എന്ന്. ഇതാണ് രണ്ടാമത്തെ പട്ടണം എന്ന് പറയുന്നത്. അവിടെ പട്ടണം പണിതു അവർ. അപ്പോൾ എന്തിനാ ഈ ഗോപുരം പണിതത്? ഈ ജലപ്രളയം ഉണ്ടായി അതിൻ്റെ പുറത്ത് കയറി രക്ഷപ്പെട്ടേക്കാം. കാരണം അത്രയും ഉയരത്തിലല്ല അന്ന് ജലപ്രളയം വന്നത്. അവർ കേട്ടു നോഹയുടെ കാലത്ത് ജലപ്രളയത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുക. അപ്പോൾ അവർ ചിന്തിക്കുക, അവരുടെ ബുദ്ധിയിൽ ചിന്തിക്കുക, ഒരു വലിയ ടവർ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ. രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ തന്നെ മാർഗ്ഗം ഉപയോഗിക്കുന്നു. എന്നാൽ അതെല്ലാം തകർന്നു. എന്നാൽ ദൈവം സ്ഥാപിച്ച ഒരു നഗരം സിയോൻ എന്ന ജെറുസലേം എന്ന് പറയുന്നത്, അതാണ് അതിന് പറയുന്നത് വിശുദ്ധ നഗരം എന്ന ഹോളി സിറ്റി. എന്താ, മറ്റതെല്ലാം ഗ്രേറ്റ് എന്ന് പറയും, ഇതെന്ന് പറയുന്നത് ഹോളി സിറ്റി എന്ന് പറയും. വിശുദ്ധ നഗരമെന്നാണ് പറയുന്നത്. നമുക്ക് വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ഗ്രേറ്റ് അല്ല, മഹത്വമല്ല, ലോകത്തിൻ്റെ മഹത്വമല്ല, ലോകത്തിൻ്റെ പ്രൗഢിയല്ല, അതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ വിശുദ്ധ നഗരമായ സിയോനെക്കുറിച്ച് പറയുക. എന്താ പറയുന്നത്? നമ്മൾ തന്നെ ആ നഗരമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യം അറി ചെയ്തിരിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതിക്ക് നമ്മളതിനെ വിലപ്പെടുത്തുക. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബനെയും ബാബേലിനെയും ഫിലിസ്തീർ, സോർ, കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും. ഇത് ഈ പ്രവാസകാലത്ത് എഴുതിയതാണെന്നാണ് പറയുന്നത്. ഇവർ പ്രവാസികളായി പോയല്ലോ. ഈജിപ്തിലെ അടിമകളായിരുന്നു, പിന്നീട് ബാബിലോണിലെ അടിമകളായിരുന്നു ഇസ്രായേൽ ജനം. ദൈവം നകന്നു പോയപ്പോഴെല്ലാം അവരെ പ്രവാസികളായി ദൈവം അയക്കുന്നുണ്ട്. എന്നാൽ അവിടെ എല്ലാം ദൈവം അവരെ ഉദ്ധരിച്ച് വിടുവിച്ച് തിരിച്ചു കൊണ്ടുവരുവാണ് ആ ദേശത്തേക്ക്. അവരെ പല പാഠങ്ങളും അവർ പഠിക്കുകയാണ്. അവിടെ നിന്ന് പ്രവചനാത്മാവിനാൽ ഓരോരുത്തരും നിറയുന്നുണ്ട്. ദാനിയേൽ വരും കാലത്തേക്ക് വേണ്ടി പ്രവചിക്കുന്ന അധ്യായങ്ങളെല്ലാം ആ ബാബിലോണി സംസ്ഥാനത്ത് വെച്ച് ദാനിയേൽ അത് എഴുതുന്നത്. അപ്പോൾ ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് പറയത്തക്കവണ്ണം എല്ലാറ്റിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണല്ലോ. ഇവിടെ പറയണം, അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങൾ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. ഇതാണ് നമുക്ക് വേണ്ടത്. സിയോനിൽ ജനിച്ചു. അതിൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനത്തിൻ്റെ ഒരു നിഴലാണ് ഇവിടെ കാണുന്നത്. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് പറയേണ്ടത് സിയോനിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവികമായ ജനനമാണ്. പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുമ്പോൾ അതാണ്. ഒരു വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. എന്നിട്ട് നമ്മൾ വരുന്ന രൂപാന്തരമാണത് കാണിക്കുന്നത്. എ ന്യൂ നേച്ചർ, എ ന്യൂ മാൻ, എ ന്യൂ ക്യാരക്ടർ എല്ലാം നമ്മൾ പുതുതാക്കുകയാണ്. നമ്മളെ പുതുതാക്കുന്ന ദൈവം. അത് പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അനുദിനം. നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, വിധേയപ്പെടുമ്പോൾ ഇതെല്ലാം സംഭവിക്കുക. നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ നാളുകളിൽ യെരുശലേമിനെ കുറിച്ച് ചിന്തിച്ചു, ഇസ്രായേലിനെ കുറിച്ച് ചിന്തിച്ചു. എന്നും യുദ്ധങ്ങളാണ് അവർക്ക്, അല്ലേ? എന്നും യുദ്ധങ്ങൾ. പക്ഷേ ആ യുദ്ധങ്ങളുടെ മധ്യത്തിൽ ഈ ചെറിയൊരു രാജ്യം ലോകത്തിന് എന്തുമാത്രം സംഭാവനകളാണ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിലും ഈ അതായത് സയൻസിൽ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലൊക്കെ എന്തുമാത്രം സംഭാവനകൾ കൊടുക്കുന്നത്. 79% ശാസ്ത്രജ്ഞന്മാരും അവർ നോബൽ സമ്മാന ജേതാക്കൾ അതിൽ നിന്ന്. എന്നാൽ അവരോ കേവലം ഒരു 20% പോലും ഇല്ല. അത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു തലമുറ. അപ്പോൾ നമ്മൾ പറയുന്ന സമയം എവിടെ കിട്ടുമെന്ന്, ദൈവത്തോടു കൂടിയാണ് നമുക്ക് എല്ലാം സമയമുണ്ട്. അത് സെപ്പറേറ്റ് അല്ല, അത് ഇഴുകിച്ചേരുകയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി തന്നെയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും. നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു, എല്ലാം ദൈവത്തിന് വേണ്ടി. ഫോർ ഗോഡ് സേക്ക്, ഫോർ ഹിസ് നെയിം സേക്ക്, അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. അപ്പോൾ നമുക്കെല്ലാം അത് അന്യപ്പെട്ടല്ല. നമ്മൾ അതിന് വേണ്ടി വേറെ സമയം കണ്ടെത്തുന്നില്ല. ഇത് തന്നെ സമയം. ഇപ്പോൾ തന്നെ രക്ഷാ ദിവസം നമ്മൾ പറയുക. അത് പിന്നത്തേക്ക് നീട്ടി വെക്കുകയല്ല. ഇന്ന് തന്നെ നമ്മൾ ദൈവത്തോടുകൂടെ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു പോലെ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുകയാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് പറയുന്നത്.
ഈ വെളിപാട് പുസ്തകം 18ാമത്തെ അധ്യായത്തിലാണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന മഹാനഗരം പിന്നെ അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ് 10:8-16 പറയുകയാണ്, ഭയപ്പെട്ട് ദൂരദേശം, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രമണവും കടുംചുവപ്പും ധരിച്ചു പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. അവിടെ മഹാനഗരമാണ്. എന്നാൽ ദൈവനഗരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? 21ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1ാമത്തെ ആകാശം 1ാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. 2ാമത്തെ വാക്യം ഇല്ല, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ഹോളി സിറ്റി. അതാണ് അതിൻ്റെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ ദൈവികമായുള്ള ജനനത്തിൻ്റെ പുതിയ നേച്ചർ അല്ലേ, ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു. തീത്തോസിൻ്റെ ലേഖനം 3ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്, മുമ്പേ നാം ബുദ്ധികെട്ടവരും 3:3 അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യത്തിനും അന്യോന്യം ഭയക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യപ്രീതി മുദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പം നമ്മളെ നവീകരിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. നമ്മളെ ദൈവത്തിന് അനുരൂപമായി ക്രിസ്തുവിനോട് സദൃശന്മാരാകുന്നുള്ള പറയുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകുണ്ട്, അവനെപ്പോലെ ആകണം. അതാണ് ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ എന്ന് പറയുന്നത്, ക്രിസ്തു സദൃശ്യമായ നമ്മുടെ സ്വഭാവം. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 6ാമത്തെ വാക്യം, യഹോവ വംശങ്ങൾ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. അവിടെ ഒരു മ്യൂസിക് നോട്ട്. അവസാനത്തെ വാക്യം, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്ന ഒരുപോലെ പറയും. ആനന്ദത്തിൻ്റെ ഉറവയെല്ലാം ദൈവമാണ്. നമ്മൾ ചിന്തിക്കുക, ദൈവമില്ലാത്ത മ്യൂസിക്സ്, ദൈവമില്ലാത്ത ആർഭാടങ്ങൾ, ആഘോഷങ്ങളെല്ലാം നിരാശയിലാണ്. ചില പാട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല, അവിടെ നിരാശയാണ്, പിന്നെ നൈരാശ്യമാണ്, പിന്നെ അതിനുവേണ്ടി കൊതിക്കുക, അത് തീരുന്നതാണ്, അതെല്ലാം തീർന്നു പോകുന്നു. എന്നാൽ ദൈവത്തിലാണോ നമ്മുടെ സന്തോഷം? നമ്മുടെ ഉറവുകളെല്ലാം ദൈവത്തിലായിരിക്കും. അത് ആനന്ദമുണ്ട്, അവിടെ മഹാ സന്തോഷമുണ്ട്. അല്ല, എൻ്റെ സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയില്ല, സാഹചര്യത്തിന് ഒത്തവണ്ണമല്ല, പക്ഷെ ദൈവം നമ്മോട് കൂടെ എന്നുള്ള മഹാസന്തോഷം, അതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായത്. ഇവിടെ പറയാം, എൻ്റെ ഉറവുകളൊക്കെ നിന്നിലാകുന്നു. നമ്മുടെ ഉറവുകളല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും കർത്താവ് പറയുന്നത്. രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 12ാം അധ്യായത്തിൽ പറയും. വെള്ളം കോരുകയാണ് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നദികൾ പൊട്ടിപ്പുറപ്പെടുക നമ്മുടെ അന്തരംഗത്തു നിന്ന്, വിശുദ്ധിയുടെ, നിർമ്മലതയുടെ, ദൈവിക സ്നേഹത്തിൻ്റെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിൽ നിന്നും ഉരുവാകുകയാണ്. ദൈവിക സന്തോഷവും അതൊക്കെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. മനുഷ്യൻ പലതിനും ആനന്ദത്തിന് വേണ്ടി പലതും കണ്ടെത്തുക, എല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തേക്ക് ഭക്ഷണ വൈവിധ്യമുണ്ട്, വസ്ത്രവേഷ വിധാനങ്ങൾ വൈവിധ്യം, എന്നാൽ എല്ലാത്തിനും നിരാശ. അവനൊന്നിനും തൃപ്തിയാകുന്നില്ല. ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർ ഒന്നിലും തൃപ്തിയില്ലാതെ ഇങ്ങനെ പോവുകയാണ്. തൃപ്തി എവിടെയുണ്ട്? ദൈവത്തിൽ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനത കഴിഞ്ഞ് വരുന്നു. ദൈവമുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. ദൈവിക സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറും. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റത് സെൽഫാണ്. ഹാനോക്ക് എന്ന് പറയുന്നത് സ്വന്തം പേരിടുകയാണ്. എല്ലാം സ്വന്തം പേരിന് വേണ്ടി ചെയ്യുന്നു. അവർ തങ്ങളുടെ നിലങ്ങൾക്ക് തങ്ങളുടെ പേരിടുന്നു. 49 സംഘത്ത് പറയുന്നുണ്ട്. എല്ലാം തങ്ങളുടെ തന്നെ, ദൈവത്തെ ചേർക്കുന്നില്ല, ദൈവീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴോ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളെ കൂടെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധ നഗരമായി മാറട്ടെ. ഗ്രേറ്റ് അല്ല, ഹോളി ആയിട്ട് ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നിലനിൽക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. മറ്റുള്ളതെല്ലാം നശ്വരമാണ്. അബ്രഹാം കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയാൻ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നത് പോലെ കർത്താവെ, ഇവിടെ എല്ലാം അടിസ്ഥാനങ്ങളില്ലാത്തതാണ്, എല്ലാം തകർന്നു പോകുന്നതാണ്. ഞങ്ങൾ ഈ നാൾ യുദ്ധത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ കൂറ്റൻ കെട്ടിടങ്ങളെല്ലാം വെറും കൽക്കൂനങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ ഞങ്ങൾക്കുണ്ട്. എത്രയോ കോടികൾ, എത്രയോ ഇത് ഞങ്ങൾ കാണുന്നു കർത്താവെ. എന്നാലും നിലനിൽക്കുന്നത് ദൈവികതയാണ് തിരിച്ചറിഞ്ഞ് നിന്നിൽ നീയാകുന്ന വിശ്വാസത്തിന്മേൽ ഞങ്ങൾ പണിയിട്ടെ കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും തരണമേ. നിന്റെ പദ്ധതി അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുനാമകത്വപ്പെടുത്തണമേ എന്ന് വന്നേക്ക് തന്നെ. ആമേൻ. ഉയർത്തുന്ന ദൈവത്തെ കണ്ടു ഞാൻ, ഉണർത്തുന്ന യേശുവെ കണ്ടു ഞാൻ, കണ്ണീർ കയങ്ങളിൽ കലങ്ങിടും വേളകളിൽ കരുതുന്ന സ്നേഹത്തെ കണ്ടു ഞാൻ. ഉയർത്തുന്ന ദൈവത്തെ കണ്ടു ഞാൻ, ഉണർത്തുന്ന
ഉണർത്തുന്ന യേശുവെ കണ്ടു ഞാൻ.